സൂര്യൻ കിഴക്ക് വെള്ളകീറും മുന്നേ തലസ്ഥാന നഗരമാകെ പൊങ്കാലയടുപ്പുകൾ നിരന്നു. മഞ്ഞുമുറക്കവും വകവയ്ക്കാതെ കാത്തിരുന്ന ഭക്തർ ആഗ്രഹിച്ച മുഹൂർത്തമെത്തി. ശുദ്ധപുണ്യാഹം. ശ്രീകോവിലിൽ നിന്ന് ദീപം പുറത്തേക്ക്. കൃത്യം 10:15 ക്ഷേത്രമുറ്റത്തെ പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകർന്നു. ക്ഷേത്ര പരിസരമാകെ വായ്ക്കുരവയും മനം നിറഞ്ഞുള്ള ശരണമന്ത്രങ്ങളും മാത്രം. ആ പൊങ്കാല തിളച്ചു മറിയുന്നതിലേക്ക് കാത്തിരിക്കുകയാണ് എല്ലാവരും. തീർച്ചയായിട്ടും ഉള്ളിലെ നമുക്കുള്ള സങ്കടങ്ങളെല്ലാം പൊങ്കാലയായിട്ട് തിളച്ചു മറിയുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. എല്ലാ അടുപ്പിലും അഗ്നി ജ്വലിച്ചു. പിടിയേരി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥനയോടെ പൊങ്കാല. ശർക്കര പായസവും മണ്ടപ്പുറ്റും തെരളിയും പ്രസാദം തയ്യാറാക്കി കുമ്പച്ചൂടിൽ മനമുരുകി പ്രാർത്ഥിച്ച് ഭക്തർ കാത്തിരുന്നു. 1:15 പുണ്യാഹം തളിച്ച് ആയിരക്കണക്കിന് പൊങ്കാലകൾ അമ്മയ്ക്ക് സമർപ്പിച്ചു. ഉള്ളുരുകിയ പ്രാർത്ഥനകൾ അമ്മ കേട്ടുവന്ന സന്തോഷം ഭക്തരുടെ മുഖത്ത്. ആത്മസമർപ്പണം കഴിഞ്ഞു. ദേവിക്ക് അർപ്പിച്ചതിൻ്റെ പ്രസാദവാക്യവുമായി അവർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. അടുത്ത വർഷവും ഇനിയും വീണ്ടും ഈ മണ്ണിൽ വന്ന് പൊങ്കാലയിടാൻ കഴിയണേ എന്ന പ്രാർത്ഥനയുമായി. ടീം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.